ഹലോ ഗൈസ്. സോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്, നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുന്നു ഗൈസ്. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്തിനാ ഹാപ്പി എന്നല്ലേ? ഹാപ്പി ആവ്. സോ ഇറ്റ്സ് മീ ക്ലാവോ ഗെയിമിങ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഇതുവരെ ഇത് കളിച്ചിട്ടില്ല കേട്ടോ, ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. എന്താണ് ചെയ്യേണ്ടതെന്നോ? ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഓക്കെ, നമ്മളുടെ വേൾഡിൻ്റെ പേരെന്താണ് ഗൈസ്? ക്ലാവോസ് വേൾഡ് അല്ലേ? അതാണ് നല്ലത്. സർവൈവൽ, നോർമൽ, പിന്നെ ഇതൊക്കെ എന്താണ്? റിസോഴ്സ് പാക്കാ? ഇതൊക്കെ എന്താണിത്? വില്ലേജ് ട്രേഡ്, പ്ലാൻസിങ്, ചീറ്റ്സ്, കീപ്പ് ഇൻവെന്ററി, മോബ് സ്പോണിങ്, വെതർ സൈക്കിൾ, കമാൻഡ് ബുക്ക്. ഇതൊക്കെ എന്താ? ഫ്ലാറ്റ് വേൾഡ്, സ്റ്റാർട്ടിംഗ് മാപ്പ്, ഷോ കോർഡിനേറ്റ്സ് ആവശ്യം വരുമായിരിക്കണം. എന്തെങ്കിലും കേട്ടെ. അപ്പം നമുക്ക് എന്തായാലും നമ്മളുടെ ഗെയിം പ്ലേയിലേക്ക് പോവാം ഗൈസ്. എന്താവോ? സത്യം പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ആരൊക്കെയോ വന്ന് എന്തെല്ലോ പറഞ്ഞിട്ടാ ഗൈസ്. പോയി വല്ല പണിക്കും നോക്കടാ, പോയി എൻ്റെ കാര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ്, അവന്മാർ നോക്കുമ്പോൾ അവന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെറുതെ ഇന്ന് യൂട്യൂബ് കാണുമ്പോഴായിരിക്കും എൻ്റെ മൈൻക്രാഫ്റ്റ് കളിക്കണത് എങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ. അവന്മാരെ അടിക്കൂലേ? അപ്പം ഞാനാണെങ്കിലും അങ്ങനെ ഇടത്തുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു ബിൽഡ് എ പ്ലേസ് വെർ യു ക്യാൻ സേഫ്ലി സ്പെൻഡ് എ നൈറ്റ്. അപ്പോൾ ഗൈസ്, നമ്മളെവിടെയോ വന്ന് എത്തി നിൽക്കുന്നുണ്ട്. എവിടെയാണെന്നൊന്നും ഒരു പിടുത്തമില്ല. ആരാ ഇപ്പം കരഞ്ഞേ? ഫുഡല്ലേ ഇത്? ഫുഡ് 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 എന്ത് കിട്ടിയോ? അയ്യാട്ടാ മോനെ, ചേട്ടനോടൊന്നും പറയരുത്. സോറി കുട്ടാ. So today I created a villain. Damn, സങ്കടമായല്ലോ. അവനിനി ഭാവിയിൽ വലുതായി അവനെന്നെ കൊല്ലാൻ വരും. അമ്മണി നിക്കമ്മണി, അമ്മണി മോളെ, അമ്മണി പോലെ. അമ്മണി ന്യൂ റെസിപ്പി ഉണ്ട്, ഒരു സെക്യൂർ റെസിപ്പി ബുക്ക്. ഓക്കെ, മരം വെട്ടിയാൽ എന്തു പറയുന്നു? ന്യൂ റെസിപ്പി ഉണ്ട്, സെക്യൂർ റെസിപ്പി ബുക്ക്. ആയിക്കോട്ടെ. എന്താണ് ഈ മരം എങ്ങനെ ഇരിക്കുന്നത്? ഇതിൻ്റെ ഉള്ളിലൊക്കെ മരം ഉണ്ട് കേട്ടോ. അവിടം വരെ എൻ്റെ കൈ എത്തി.
ഈ മരം ഇങ്ങനെ നിൽക്കുവോ? കൊള്ളാട്ടോ. ഓനെ ഞാനൊരു മലമുകളിലാണല്ലേ ഞാൻ ജീവിച്ചത്. ലുക്ക് അറ്റ് ദിസ് പ്ലേസ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മേ 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 കിട്ടി ഗൈസ്. നോക്കൂ, അവിടെ വേറൊരു കാട് പോലത്തെ സ്ഥലം, ഇവിടെ വേറൊരു കാട്, അങ്ങോട്ട് വേറൊരു കാട്. കൊള്ളാം. നമുക്ക് ഇവിടെ വീടൊക്കെ പണിഞ്ഞ് ഒരു മൂലം കൂടാം. എങ്ങനെയുണ്ട്? ഞാനൊരു വീഡിയോ കണ്ടു വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി ഈ സാധനം ഉണ്ടാക്കണം. എന്നിട്ട് ഇതുണ്ടാക്കണം. പിന്നെ ഇതിലാണ് കടി ഇട്ടാ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നാണ്. ഇനി എന്താ ഉണ്ടാക്കണ്ടേ? ഇനി കുറച്ച് കോലുണ്ടാക്കാം. ഇനി നമുക്ക് വേണ്ടത് പിക്കാഷ്. എന്നിട്ട് നമ്മൾ ഇത് എടുക്കണം കേട്ടോ. എടുത്തില്ലേ? എന്നിട്ട് നമ്മൾ പോണം. എങ്ങോട്ടൊക്കെ പോണം. ഓക്കെ, ഇനി ആവശ്യമുള്ളത് കുറച്ച് കല്ലാണ്. ഞാൻ അവിടെ കുറച്ച് കല്ലുണ്ട്. ഈ കല്ലാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ? സുഖങ്ങളൊക്കെ തന്നെയാണോ? എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നില്ലേ? കൊള്ളാട്ടോ, രസമുണ്ട്. എപ്പോഴാണോ ബോറടിക്കുക. അപ്പം അത്യാവശ്യം കല്ലൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. എന്താടാ ഈ കയറാത്തെ? ഓ, തൊട്ടടുത്ത് കടല്. വേറെന്താ വേണ്ടേ? സെറ്റ് ലൈഫ്. എൻ്റെ ജീവിതം അടിപൊളി. അമ്മിണി, എൻ്റെ അമ്മിണി. ഏത് കിങ്ങിണി നിൽക്കുന്നു? കിങ്ങിണി മോളെ. കിങ്ങിണിനെയും കിട്ടി. ഇവരുടെയൊക്കെ മക്കൾ വന്ന് പ്രതികാരം ചെയ്യാണ്ടിരുന്നാൽ മതി. അമ്മിണി, ഭർത്താവും ഭാര്യയുടെ എന്താ പിണക്കത്തിലാ? നന്നായി. എടാ, എൻ്റെ വാളൊടിഞ്ഞു കേട്ടാ. സാരമില്ല, നമുക്ക് കോലുകൊണ്ട് തലക്കടിച്ച് കൊല്ലാം. എങ്ങനെയുണ്ട്? കോലുകൊണ്ടൊന്നും തലക്കടിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലാട്ടാ. അത്യാവശ്യം കുറെ ജന്തുക്കള് മീൻസ് അനിമൽസ് സ്പോൺ ആവുന്നുണ്ടല്ലേ. സോ എന്തായാലും നമുക്കൊരു ഷെൽട്ടർ വേണം അല്ലേ? നമുക്ക് എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ പണിയാം. അത്യാവശ്യം തൽക്കാലം ഒരു മൂലയിൽ പണിയാം. എന്നിട്ട് ഭാവിയിൽ നമുക്ക് മാറ്റി പണിഞ്ഞാൽ പോരെ. ഇപ്പം എവിടെ പണിയെന്ന് ഞാൻ നോക്കട്ടെ. നമുക്ക് തൽക്കാലം ഇവിടെ തന്നെ പണിയാൻ ഇത് വേണോ അല്ലേ? ഈ സാധനത്തിന് ഇനി എന്തൊക്കെയാ പണിയാ? നമുക്ക് അയണിൻ്റെ എല്ലാം അങ്ങ് പണിഞ്ഞാലോ? വാള്, കൊടലി, പിക്കാഷ്.
കഴിഞ്ഞോ? ഇതെന്താ ചെസ്റ്റ് ബെഡ്, ഇത് എന്തിനുള്ള ബെഡ് എവിടെ? ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കണം അല്ലേ? സോ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ബെഡ് അങ്ങ് വെക്കാം ഗൈസ്. കാരണം രാത്രിയായ പ്രശ്നമാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. എന്താടാ? സോ നമ്മൾ പണിയാൻ പോകുന്ന വീട് പണിയാണ്. ഈ കല്ലൊക്കെ വേണ്ടേ, തറ കെട്ടണ്ടേ? കുറച്ച് കല്ലും മരമൊക്കെ ശേഖരിച്ചിട്ട് വരാം. ഇതെന്താണ് ഹോട്ട് ടോപ്പിക്കാ? ഗെറ്റിംഗ് ആൻ അപ്ഡേറ്റ്. എന്തൊക്കെയാടാ എഴുതി വരുന്നേ? എന്തെല്ലാട്ടെ, ഒരു ഫർണസ് അങ്ങോട്ട് വെച്ച്, 2 മരം വെച്ച്, 2 ആടിനെ വെച്ച്, ഇനി നമുക്ക് പോയി വരാം, കാരണം രാത്രി ആവുന്നുണ്ടേ ഗൈസ്. നമ്മൾ അത്യാവശ്യം കല്ലും മരം എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു 8 സോംബി എല്ലാം വന്നു തുടങ്ങി. എന്നെ കണ്ടു തോന്നുന്നു കേട്ടോ. എന്നെ കണ്ട് എന്താണ് എനിക്ക് ഇവിടെ പേടി വന്നടാ. ഉറങ്ങാൻ പറ്റുമോ? യെസ്. അവരൊക്കെ ദൂരെയല്ലേ കുറച്ച്, അതെനിക്ക് ഉറങ്ങിയത്. വാ എല്ലാരും വാ. ഇവർക്ക് ഗൈസ് ഒരു വീക്ക് പോയിന്റ് ആണ്, ഇവർക്ക് വെയിലത്തിറങ്ങാൻ പറ്റില്ല. ആ ക്രീപ്പറിന് ഒഴിച്ച് ഇവിടുത്തെ ഞാൻ മരിച്ചു പോലെ. പിന്നെ കണ്ടോ, ഇവിടെ എത്തിയപ്പോഴത്തേക്കും മരിച്ചു. അവിടെ അടുത്ത് നിൽക്കണുണ്ടാവും നിഴലത്ത്. അതിപ്പോ ഞാൻ കൊന്നാലാ? അത്രേ ഉള്ളൂ അല്ലേ? ഗൈസ്, നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന വീടുന്ന പോകുന്ന വീടാണ്. ഒരു തൽക്കാലത്തേക്കുള്ള വീട്. 3 4 1 2 3 4 ഇതെടുത്ത് കളയാം. നമ്മളുടെ വീടിന് 2 ഡോർ ഉണ്ടാവും. സൂപ്പർ. ഞാൻ അടിത്തറയിടട്ടെ. അപ്പൊ മക്കളെ, നമ്മള് അടിത്തറയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ തൂണ് കെട്ടിപ്പൊക്കാന്നുള്ളത്. ഇത് ഞെക്കി പിടിച്ചാവൂല്ലേ? ഓക്കെ. സോ നമ്മൾ 1 2 3 4 5. ഇച്ചിരി വലുതായി പോയിട്ടാ, അത്രയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ 1 1 2 3 4. അപ്പൊ നമ്മൾ ഇത് ബേസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബേസിലല്ലോ, തൂണെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് 5-6 സ്റ്റോണൊക്കെ വെച്ച് ഞാനൊന്ന് ബ്യൂട്ടി ആക്കിയിട്ട് ഇപ്പൊ വരാവേ ഗൈസ്. രാത്രിയായി. പക്ഷെ ആ പൊട്ടിത്തെറിക്കുന്ന സാധനം ഉണ്ടോ അവിടെ? എന്ത് ചെയ്യും? അതിനെ ഞാൻ ഇവിടുന്ന് ഓടിച്ച് കൊണ്ടുപോകാല്ലേ? കിട്ടി, നല്ലത് കിട്ടി. കേറ്. ഇവിടെ വന്ന് പൊട്ടിത്തെറിച്ചാലും പിന്നെ പ്രശ്നമില്ല. എനിക്ക് ബഗ് അടിക്കുന്നിട്ടാ. ലാഗണ്ടേ. കിടക്കാൻ പറ്റൂ? അതിപ്പോ എന്നെ അടിച്ചുറക്കുവര്. മറ്റും പൊട്ടിയും തെറിക്കും. മോനെ, ഇത് ആട് വേറെയാ. നിങ്ങളൊക്കെ നോക്കി കളിച്ചാലേ കാര്യമുള്ളൂ കേട്ടോ. ഇത് ഗൈസ് നമ്മുടെ വീട്ടിട്ടാ. ആള് വേറെയാ, മനസ്സിലായോ? ഒരൊറ്റ മതി നീക്ക് ചാവാൻ, അത്രേ ഉള്ളൂ.
പോയി ഇവരുടെ എല്ലും അമ്പും കുണ്ടിയൊക്കെ കളക്ട് ചെയ്യട്ടെ. അവരൊക്കെ എൻ്റെ അടുത്ത്. ന്യൂ റെസിപ്പി. ഓക്കെ. ലാഗ് ഉണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടില്ല. അതില്ല. ഞാനേ ഇന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. അല്ല, നമുക്ക് ഒരുമിച്ച് ഫിനിഷ് ചെയ്യാം. ഇതിങ്ങനെ വെച്ച് എൻ്റെ ജസ്റ്റ് ഒരു സിമ്പിൾ പ്ലാനാണ്. ബാക്കി ഇവിടെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് കുറച്ച് ഇത് വേണം. സാൻഡ് വേണം. അപ്പോൾ നമുക്ക് സാൻഡ് എടുക്കാൻ നോക്കാം. ബാഡായി. അതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ ഇവിടെ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ വേണ്ടി വരും. ഞാൻ കുറച്ച് കളക്ട് ചെയ്യട്ടെ. ഗൈസ്, ഞാൻ മണല് വാരിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിയാട്. ഇവിടെ ഞാൻ കൊല്ലത്തില്ല, കാരണം നല്ല രസമുണ്ട്. ഐ വിൽ നോട്ട് കിൽ യു. ഓക്കെ. നമ്മൾ കളക്ട് ചെയ്ത സാൻഡിന് എന്താണെന്നറിയാം. ഇതിന് ഇവിടെ അല്ല, ഇവിടെ വെച്ചിട്ട് ഈ സാൻഡിന് ഇവിടെ വെക്കണം. കുറച്ച് മരം കൂടി ഉണ്ടാക്കണം. എന്നിട്ട് കത്തിക്കാൻ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മരമാണ്. മരം ഞാൻ ഒന്ന് കളക്ട് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യേണ്ടതാണ്, വീട്ടിൽ നമ്മൾ ഇത് എടുത്ത് മരം പ്ലാങ്ക് ഉണ്ടാക്കണം. ആ പ്ലാങ്ക്സ് ഉണ്ടാക്കി നമ്മൾ ഇവിടെ കുറച്ച് സാധനം വെച്ചിട്ടുണ്ടായല്ലോ. ഇത് ഇതുവരെ ആയിട്ടില്ല കേട്ടോ. ലേറ്റ് ആണല്ലോ ഡവി. ബാഡായല്ലോ. ഇനി നമുക്ക് ഉണ്ടാക്കുന്നതാണ്. രാത്രി നമുക്ക് കിടന്ന് ഉറങ്ങിയാലാ? വെറുതെ എന്തിനാ നമ്മൾ റിസ്ക് എടുക്കണേ? അപ്പം ബാക്കിയുള്ളവന്മാരെ കത്തിരിഞ്ഞ് ചാവട്ടെ. ഇനി നമുക്ക് കഥക് ഉണ്ടാക്കണം. 3 കഥക് കിട്ടി. നമുക്ക് 2 കഥക് മതിയായിരുന്നു. കഥക് ഉണ്ടാക്കി. ഗ്ലാസ് ആവണം. ഗ്ലാസ് എന്തുകൊണ്ടാവുന്നില്ല? ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. നമുക്ക് ഇങ്ങനെയല്ല വേണ്ട ഗ്ലാസ്. നമുക്ക് വേണ്ടത് എങ്ങനെയാ? ഇതിൽ ഗ്ലാസ് ഒക്കെ എവിടെയാ? നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. 16 എണ്ണം കിട്ടി. 16 എണ്ണം മതിയോ? പോരാ. അതെങ്ങനെയായിരുന്നു പുള്ളി ഇത് വെച്ചത്? നമുക്ക് റെസിപ്പിയുടെ ബുക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല. വീണ്ടും 16 എണ്ണം കിട്ടി. ഇനി ഇതുകൊണ്ട് വെക്കണം, കഥകം കൊണ്ട് വെക്കണം, പണി തീർക്കണം. ഗൈസ്, ദേ ഒരു ബ്രൗൺ കിങ്ങിണി പോലെ. നിങ്ങളൊന്നും ഞാൻ ഒന്നും ചെയ്യില്ല. വെറൈറ്റി കളറുള്ളവർ ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടാ. കുറച്ച് മരയോടെ എടുക്കാൻ വേണ്ടി വന്നതാണ്. മരം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ മരം എടുത്ത് ഞാൻ എന്തെങ്ങനെ പയ്യ അടക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നണേ മറ്റേ ഇത് ഉള്ളതുകൊണ്ടായിരിക്കും, ആഹാരം തീർന്നുകൊണ്ടിരിക്കും. ഈ മരം എടുത്ത് നമ്മൾ കത്തിക്കാനിടണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? കോള് കിട്ടും. ഈ കോള് വെച്ച് നമുക്ക് എന്തുണ്ടാക്കാം? മെഴുകുതിരി ഉണ്ടാക്കാം. ഏത് മനസ്സിലായോ? മെഴുകുതിരി ഉണ്ടാക്കാൻ നമുക്കൊരു 5-6 കോലും കൂടി വേണം. ഇതിങ്ങനെ വയ്ക്കുക, കുറച്ച് കോലെടുക്കുക, മതി. വേണ്ട ചാർക്കോൾ. ഈ ചാർക്കോൾ നമ്മൾ കളക്ട് ചെയ്യണം. ഈ കളക്ട് ചെയ്ത ചാർക്കോൾ വെച്ച് നമ്മൾ എന്തുണ്ടാക്കണം? നമ്മൾ മെഴുകുതിരി ഉണ്ടാക്കണം. കണ്ട? ഗുഡ്. എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് വെക്കണം. ഗൈസ്, ഇതാരാണ് മച്ചാൻ? എൻ്റെ ടെറിട്ടറിയിൽ ട്രേഡോ? ഇതൊന്നും എൻ്റെ ഇല്ല. ഇതിനെ കൊന്ന എവിടെ?
എന്നെന്തോ വിടുന്നു, എന്തോ എയർ എന്തോ ഇട്ട് കൊല്ലുന്നു. ലീഷോ കൊണ്ടുപോകല്ലേ. നീ ഒറ്റയ്ക്ക് എന്നെ പോലെ ലോൺലി ആയിട്ട് നടക്കണ. അപ്പൊ ഗൈസ്, രാത്രിയാകുന്നു, സമയം. നമ്മൾ നമ്മളുടെ വീടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ടടാ പുല്ല്. ടടാ. എങ്ങനെയുണ്ട് ഗൈസ് വീട്? വാങ്ങുവാ കോഴി. ഈ വിത്ത് ഒഴിവാക്കട്ടെ, അവിടെ നിന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വീട്. നമ്മുടെ വീട്ടിട്ട് ഹോം ടൂറാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എന്താടാ വാതിൽ തുറക്കാത്ത? ഗൈസ്, ഇതാണ് നമ്മുടെ ഹോം ടൂർ. ഇവിടെ നമ്മുടെ ചെസ്റ്റ് ബോക്സ് ഉണ്ട്, ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ ക്രാഫ്റ്റ് ബോക്സ്. ആൻഡ് നമുക്ക് വാതിലടച്ചേക്കാം, മോഫ്സ് ഒന്നും അകത്ത് വേണ്ട. സോ ഇത് നമ്മളുടെ ഫർണിച്ചറാണ്. ഇവിടെ ഇപ്പോൾ സ്റ്റേക്ക് ആയിട്ടുണ്ട്. സോ ഞാൻ ഈ ജനലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടറിയാം. കണ്ട മോഫ്സിനെയൊക്കെ നമുക്കിങ്ങനെ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് അതന്നെ അവസ്ഥ, നമുക്ക് മോഫ്സിനെയൊക്കെ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് മോഫ്സിനെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര എൻവയോൺമെൻറ്റൽ ലവറാണ്. സോ എനിക്ക് പ്രകൃതിയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മേൽക്കൂര മാത്രം പണിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് മേഘം കണ്ട് കിടക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. കാരണം എനിക്കിങ്ങനെ മേഘം കണ്ട് കിടന്നുറങ്ങണം. അതായത് എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുള്ള പരിപാടിയാണ്. മേഘം കണ്ടു എഴുന്നേക്കണം. കാരണം അലാറം വെക്കാനും ആരുമില്ല, ലോൺലി ലൈഫ് ആയതുകൊണ്ടേ ഉച്ചയിൽ വെയിലടിക്കുമ്പോഴേ ഞാൻ എണീക്കത്തുള്ളൂ. എന്തൊക്കെയാണ്. ആരാണ് പുറത്ത്? ആരാണ്? പോയി. സോ ഗൈസ്, നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. സോ അമ്മ വീട്ടിലാണ്. അപ്പം അമ്മച്ചി ഇവിടെ രാവിലെ ഇരുന്ന് വാർത്ത വയ്ക്കുകയാണ്. നിങ്ങൾ കേട്ടു നോക്ക്. ശ്രദ്ധിച്ചേക്കാൻ മനസ്സിലാവുന്നുണ്ടോ? 24 ന്യൂസാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അമ്മച്ചിനോട് പോയിട്ട്, അയ്യോ അമ്മച്ചി യൂട്യൂബ് ചാനലാണ്, വാർത്ത ഓഫ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അമ്മച്ചി വാക്കാത്തി കൊണ്ട് പെടലി വെട്ടി അങ്ങ് ഇടും. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. സോ മൈൻക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. സോ ഇറ്റ്സ് മീ ക്ലാവോ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ബൈ ബൈ ഗൈസ്.